എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് 3 തരത്തിലുള്ള ദോശയാണ്. ഒന്ന് റാഗി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റാഗി മാത്രമായിട്ടൊരു ദോശ. റാഗിയും ഇഡ്ഡലി ദോശയ്ക്ക് അരച്ചിരുന്ന ദോശമാവുണ്ട്, അതിലേക്ക് കുറച്ച് മിക്സ് ചെയ്തിട്ടൊരു ദോശ. അത് കഴിഞ്ഞ് ഗോതമ്പ് മാവും റാഗിയും ചേർത്തൊരു ദോശ. പിന്നെ കൂടുതൽ ദോശകൾ ഉണ്ടാക്കാം കേട്ടോ, വെജിറ്റബിൾസ് ഇട്ടിട്ടും ദോശകൾ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ദോശകളുടെ വീഡിയോ കാണാം. റാഗിപ്പൊടിയും ദോശമാവ്, ഇഡ്ഡലി ദോശയ്ക്ക് അരച്ചിരിക്കുന്ന മാവും ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള റാഗി ദോശമാവ്, റാഗി അരി ഉഴുന്ന് ചേർത്തിട്ടുള്ള ദോശയാണ് ആദ്യത്തത്. നമ്മൾ റാഗി ദോശയിലേക്ക് നമ്മുടെ ഇപ്പോൾ കടഞ്ഞെടുത്തത് വെണ്ണ തടവി കൊടുത്ത് റെഡിയാക്കാം. എന്നിട്ടൊന്ന് തിരിച്ചിടണം. നമുക്ക് സാധാരണ പ്ലെയിൻ ദോശ, അരി ഉഴുന്ന് ഇട്ടിട്ടുള്ള ദോശ. ഇത് ഒന്നായിട്ടുണ്ട്. ഞാനൊന്ന് എണ്ണ പുരട്ടിയിട്ടുണ്ട്, ഇതിലും കുറച്ച് വെണ്ണ പുരട്ടിയിട്ടുണ്ട്. വെണ്ണ പുരട്ടുന്നത് കൊണ്ട് ഒന്നും കൂടെ നന്നായിട്ട് തിരിച്ചിട്ടില്ലെങ്കിൽ മുരിയത്തില്ല. അടുത്തത് റാഗിപ്പൊടി മാത്രം വെച്ചിട്ടുള്ള, റാഗിയുടേതാവുമ്പോൾ നല്ല കട്ടിയായിട്ട് കറന്നുണ്ടാകും, കുറച്ച് പരത്തിയെടുക്കാനൊക്കെ പ്രയാസമുണ്ട്. അപ്പോൾ ഇതാരും മുതിരാറില്ല റാഗി മാത്രം വെച്ചിട്ട്, കാരണം ഇതിൻ്റെ ഷേപ്പായിട്ട് എടുക്കാൻ ഇത്തിരി പ്രയാസമായതുകൊണ്ടായിരിക്കാം. കുറച്ച് നേരമായി കുതിർത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ അത് ശരിക്കും വേവില്ല, ഇത്തിരി വേവാൻ പ്രയാസമാണ്. അപ്പോൾ ഇത് ഇത്രയേ നന്നായിട്ട് പരത്താൻ പറ്റുന്നുള്ളൂ. റാഗി ദോശയിൽ കുറച്ച് വെണ്ണ ഇട്ടിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വേവണം. റാഗിക്ക് മറ്റേ മാവിനേക്കാൾ കുറച്ചുകൂടെ വേകേണ്ടതുണ്ട്. പിന്നെ ഞാനിവിടെ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ. റാഗിക്കുരു വാങ്ങിച്ചിട്ട് അത് കഴുകി അരിച്ച് ഉരുളിയിലിട്ട് വറുത്തു. നന്നായിട്ട് ചൂടായ ശേഷം ഒന്നുകൂടെ ചൂടാകാൻ വെച്ചു. ശേഷം ഞാൻ മിക്സിയിൽ പൊടിച്ചതും അരിപ്പയിൽ അരിച്ചതുമാണ്. അതുകൊണ്ട് നൈസ് പൊടി അല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ പിള്ളലൊക്കെ കാണും. കുഴപ്പമില്ല, ആരോഗ്യത്തിന് നല്ലതാണല്ലോ. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെല്ലാം ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. എൻ്റെ വീട്ടിൽ പണ്ടുകാലം മുതൽക്കേ റാഗിച്ചെടി ഉണ്ടായിരുന്നത് കൊണ്ടും ഇതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പോഴേ ഇതുകൊണ്ട് എല്ലാവരും ദോശയും ഇഡ്ഡലിയും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഇഡ്ഡലിയും ഉണ്ടാക്കാം. ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ദോശ ഗോതമ്പ് മാവും റാഗിയും വെച്ചിട്ടുള്ളത്. അടുത്തത് റാഗിയും ഗോതമ്പ് മാവുമാണ്. നന്നായിട്ട് ഇളക്കിയെടുത്തില്ലെങ്കിലേ അടുത്തടുത്തെല്ലാം കട്ടയായിട്ടിരിക്കും. ചെറിയ തരിയായിട്ടുണ്ട്. ഇത് ഗോതമ്പ് മാവും റാഗിയും കൂടെ മിക്സ് ചെയ്തതാണ്. റാഗി തനിയെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പരത്തിയെടുക്കാൻ ഇത്തിരി പ്രയാസമുള്ളൂ, ഇത്തിരി കട്ടിയായിട്ടുണ്ടാകും. ഇതൊക്കെ നൈസായിട്ട് തന്നെ കിട്ടും. നമുക്കിത്തിരി വെണ്ണ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയോ എണ്ണയോ നെയ്യോ. എനിക്കിവിടെ വെണ്ണ ഇഷ്ടമാണ്, വെണ്ണ ഉണ്ട്. പിന്നെ വെണ്ണയോ നെയ്യോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ലാത്ത അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടുമാണ് ഞാൻ ഈ വെണ്ണ ഇങ്ങനെ തടവിയിടുന്നത്. വെണ്ണ ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നെയ്യേക്കാളും. ഈ ദോശയ്ക്ക് മറ്റ് ചമ്മന്തികളൊന്നും അതിനേക്കാളും ടേസ്റ്റുള്ള ഒന്നുമല്ല ഉണ്ടാക്കിയത്. തക്കാളി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വെണ്ണയും ചേർത്തിട്ടുണ്ട്.
ഇത് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റി ചമ്മന്തിയാകും. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതാണ് ഈ റാഗിയുടെ ദോശയ്ക്ക്, റാഗി ഇഡ്ഡലിക്കൊക്കെ നല്ല മാച്ചായിട്ടുള്ളത്. കുരുമുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. നല്ല എരിവുള്ള നല്ല ഒരു തക്കാളി ചമ്മന്തിയാണിത്. തക്കാളി ചട്നി എന്ന് പറയാം. എന്താ പുളിക്ക് പുളിയുണ്ട്, ഉപ്പ്, കുരുമുളകിൻ്റെ ഫ്ലേവറും എരിവും എല്ലാം ചേർന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ ആദ്യം തന്നെ റാഗി കൊണ്ടുള്ള ദോശ ഇത്രയൊക്കെ ശരിയാവത്തുള്ളൂ കേട്ടോ. ഇത് ആരുണ്ടാക്കിയാലും ഇങ്ങനെ തന്നെ ആയിരിക്കും കാണുന്നത്. ഞാൻ ചെറുപ്പം മുതലേ കാണുന്നത് ഇങ്ങനെയാണ്. രണ്ടാമതായിട്ട് ഗോതമ്പ് റാഗിയും ചേർത്ത ദോശ. മൂന്നാമതായിട്ട് സാധാരണ ദോശ, അരി ഉഴുന്ന് ഉലുവ കൂടെ ചേർത്തരച്ച സാധാരണ ദോശ. ഇനി അടുത്തതായിട്ട് റാഗിയും അരി ഉഴുന്നും കൂടെ അരച്ച സാധാരണ ദോശമാവ് ചേർത്ത ദോശ. അപ്പോൾ ഇത്രയും ദോശ. ഇത് 4 തരം ദോശ. റാഗിക്കകത്ത് 4 എണ്ണം മിക്സ് ചെയ്തു. ഗോതമ്പ് പൊടി, അരി ഉഴുന്ന് അരച്ചത്, റാഗി മാത്രമായിട്ട്, പിന്നെ റാഗിയോടൊപ്പം ഗോതമ്പ് മാവും. അപ്പോൾ ഇത്രയും ദോശയാണ്. അപ്പോൾ ഇത് 4 എണ്ണം കഴിക്കേണ്ട ആവശ്യമില്ല. 2 എണ്ണം കഴിച്ചാലും വിശപ്പ് മാറും. ഈ 2 ദോശയും കഴിച്ച് ഈ ചമ്മന്തിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, ഈ തക്കാളി ചട്നിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയായ തക്കാളി ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് വാട്ടിയെടുത്തിട്ട് സ്മാഷ് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനലിൽ കാണിച്ചിരിക്കുന്ന ഓരോ വിഭവങ്ങളും കാണുമ്പോൾ എല്ലാവരും അതിൻ്റെ ഒന്ന് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. മാത്രമല്ല, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിലും പറയാം. നല്ലത് മോശം എല്ലാം പറയാം. പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം. അതിനോടൊപ്പം തന്നെ ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് എന്നെയും കൂടെ ഒന്ന് സഹായിക്കണേ. നിങ്ങളോടൊപ്പം എന്നെയും കൂടി ഒന്ന് കൂട്ടണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.